പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ? ചിലപ്പോൾ വോട്ട് ചെയ്തതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ വോട്ടിന് മുമ്പായിരിക്കാം. എന്തുമാവട്ടെ, ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ആളുകളും അവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കണേ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. കൂട്ടത്തിൽ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പഠിക്കാം. സ്വലാത്തുൽ മൗജൂദ് എന്ന് മഹാന്മാരെ പേരിട്ട അത്ഭുത നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സ്വലാത്താണ്. കൂട്ടത്തിൽ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം നല്ലതാണോ എന്ന് മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയും. 7 കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളിൽ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന 7 അടയാളത്തിൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് അല്ലാഹു നല്ല മരണമാണ് കൊടുത്തതെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് നല്ല മരണത്തിൻ്റെ ആ അടയാളങ്ങളെന്നും ഇന്നത്തെ ക്ലാസ് നമുക്ക് കേട്ടാലോ? അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, വാപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ കരുണ കിട്ടുന്ന, പടച്ചവൻ്റെ റഹ്മത്ത് കിട്ടുന്ന, അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ബറക്കത്ത് വാരിക്കോരി ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, സൗഭാഗ്യവതികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നു, വെന്റിലേറ്ററിൽ കഴിയുന്നു, ഐസിയുയിൽ കഴിയുന്നു. അതുപോലെ അപകടം പറ്റി ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവരുണ്ട്, പല ടെസ്റ്റുകളും ചെയ്തിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് വലിയ പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. അല്ലാഹു എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും ശാന്തിയും എല്ലാവിധ ബറക്കത്തും നിഅമത്തും അല്ലാഹു അവർക്കും നമുക്കും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ പുണ്യമായ വെള്ളിയാഴ്ച രാവാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 4-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ 4-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അല്ലാഹു തആല വെള്ളിയാഴ്ച രാവിൻ്റെ, വെള്ളിയാഴ്ച പകലിൻ്റെ എല്ലാ മഹത്വങ്ങളും നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതിയാണല്ലോ. ഇന്ന് ഏപ്രിൽ 9 ആണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് വോട്ടാണ് അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ക്ലാസ് കേൾക്കുമ്പോൾ രാവിലെ ആയിരിക്കും കേൾക്കുക. വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ പോകും. ചില ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത്. ചില ആൾക്കാർ വോട്ടിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താവാം. അങ്ങനെ അൽഹംദുലില്ലാഹ്, വോട്ടിൻ്റെ ദിവസത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അവകാശമാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നിശ്ചയിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ പൗരത്വമൊക്കെ ചിലപ്പോൾ അംഗീകരിക്കപ്പെടുക നമ്മൾ ഈ വോട്ട് നോക്കിയിട്ടാവാം അല്ലെ? വോട്ട് കൂടുതൽ ചെയ്തവർ, അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ ഇത്ര വോട്ട് ചെയ്തവർ, അങ്ങനെയൊക്കെ ഒരുപക്ഷെ ആയേക്കാം, സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വോട്ട് നമ്മൾ ചെയ്യുക. പിന്നെ ചെയ്യുന്നത് ആർക്ക് ചെയ്യണം അത് നമ്മുടെ അഭിപ്രായമല്ലല്ലോ, അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നോക്കുക, നമ്മുടെ മണ്ഡലത്തിൽ ഇന്നയാൾ ജയിച്ചു വന്നാൽ നമുക്ക് ഗുണമുണ്ട്, നമ്മുടെ നാടിന് ഗുണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിന് ഗുണമുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ട് എങ്കിൽ നമ്മൾ അയാൾക്ക് വോട്ട് ചെയ്യുക. അവിടെ പാർട്ടിയല്ല നോക്കേണ്ടത്, ആ വ്യക്തി എന്ന നിലയ്ക്ക് അയാൾക്ക് നമ്മളെ സഹായിക്കാൻ, നമ്മുടെ നാടിനെ സഹായിക്കാൻ അയാൾക്ക് പറ്റും എങ്കിൽ അയാൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ആ കാര്യം മനസ്സിൽ വെക്കുക. വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിൻ്റെ മഷി ഇവിടെ പറ്റുമ്പോൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല. വുളൂ ശരിയാകുമെന്നാണ് മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വലിയ സൂക്ഷ്മത വേണ്ടവരാണെങ്കിൽ അത് നമുക്കൊരു ടവ്വല എന്തെങ്കിലും കരുതിയിട്ട് നമ്മൾ അവിടെ വെച്ച് ഇങ്ങനെ തേക്കുമ്പോൾ അത് പതിയെ മായ്ച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ വോട്ട് ചെയ്തു എന്നതിൻ്റെ ഒരു സിമ്പിളാണ്, അടയാളമാണ്. അത് എന്താണ്, ചിലപ്പോൾ ഈ കള്ള വോട്ടൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ പരിശോധന നടക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ടും നമ്മുടെ കയ്യിൽ ആ മഷി കണ്ടില്ല എങ്കിൽ പിന്നെ അത് വലിയൊരു സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല.
പിന്നെ അത് നമ്മൾ ഉരച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല, വുളൂ ശരിയാകും എന്നാണ് മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഇന്ന് വോട്ടിൻ്റെ ദിവസമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് ഞാൻ ഉണർത്തിയത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാട്ടിൽ സമാധാനവും ഐശ്വര്യവും ശാന്തിയും എല്ലാവിധത്തിലുള്ള സഹോദര്യവും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് ആദ്യമായി ഒരു സ്വലാത്ത് പഠിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സ്വലാത്ത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. കഴിഞ്ഞ ആഴ്ചയും നമ്മളൊരു സ്വലാത്ത് പഠിച്ചു. അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും ഓരോ സ്വലാത്താണ് പഠിക്കാറുള്ളത്. അതിൻ്റെ മഹത്വവും നേട്ടവും ഒക്കെ നമ്മൾ പല രൂപത്തിൽ പറഞ്ഞ് നമ്മൾ ആ സ്വലാത്ത് പഠിച്ച് നമ്മളത് ചൊല്ലാറുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആലമു സ്വലാത്തിനെ പറ്റി പഠിച്ചു. അൽഹംദുലില്ലാ, ഒരുപാട് പേര് കമന്റിലൂടെ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളൊക്കെ ഇത് പണ്ട് മുതലേ ചൊല്ലുന്നുണ്ട്. ആലമു സ്വലാത്ത് ധാരാളം ദീർഘമായതുകൊണ്ട് പലരൊക്കെ ചൊല്ലാറില്ല, പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവായ സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലി ചൊല്ലി മദീനയിലെത്തിയ, ആ സ്വലാത്ത് ചൊല്ലി ചൊല്ലി മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ വരെ കണ്ട പല സഹോദരിമാരും കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ താഴെ കമന്റായിട്ട് അവരുടെ അനുഭവമൊക്കെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾക്കൊക്കെ ഫലം തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്വലാത്ത്, ഇത് ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മരണം വേണം, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല മരണം കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരവും നോമ്പും ഒക്കെ വെറുതെ ആയി പോയില്ലേ. നമ്മളിപ്പോൾ ഭയങ്കര നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോയാൽ പിന്നെ ഈ ചെയ്ത നിസ്കാരവും ഹജ്ജും ഉംറയൊക്കെ വെറുതെ ആയി പോയില്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല ഈമാനുള്ള മരണം വേണം. ഈമാനുള്ള മരണം വേണം. മനുഷ്യന്മാർ 3 തരത്തിലാണ്. ഒന്നാമത്തേത് മുസ്ലിമായി ജനിക്കും, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് അവസാനം മുസ്ലിമായിട്ട് മരിക്കും. ചില ആൾക്കാരുണ്ട്, അവർ സത്യനിഷേധികളായിട്ട് ജനിക്കും, മുസ്ലിം അല്ലാതെ ജനിക്കുന്നു, മുസ്ലിം അല്ലാതെ ജീവിക്കുന്നു, മുസ്ലിം അല്ലാതെ മരിക്കുന്നു. മറ്റൊരു വിഭാഗമാണ് മുസ്ലിം അല്ലാതെ ജനിക്കുന്നു, മുസ്ലിം അല്ലാതെ ജീവിക്കുന്നു, അവസാനം മരിക്കുന്ന സമയത്ത് അവർ മുസ്ലിമായി മരിക്കുന്നു. 4ാമത് വിഭാഗമുണ്ട്, അവർ മുസ്ലിമായി ജനിക്കുന്നു, മുസ്ലിമായി ജീവിക്കുന്നു, അവസാനം മുസ്ലിം അല്ലാതെ മരണപ്പെടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ അൽഹംദുലില്ലാ മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അവസാനം മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ട് മരിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. മറ്റുള്ളവരെ പറ്റി കുറ്റമോ കുറവോ പറയാൻ പാടില്ല. മറ്റുള്ളവരെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ നിലനിൽക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്വലാത്തുകളൊക്കെ ചൊല്ലിയാൽ ഈമാൻ അധികരിക്കുമെന്നാൽ മാത്രമല്ല, നല്ല മരണം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിന്റെ കൂലി കിട്ടുന്ന നല്ല മരണം അല്ലാഹു തആല തരണം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള സ്വലാത്തുകളൊക്കെ നല്ലവണ്ണം പഠിച്ചു വെച്ച് അത് ഈ വെള്ളിയാഴ്ച രാവ് പകലൊക്കെ വരുമ്പോൾ അതെടുത്ത് ഇതുപോലുള്ള സ്വലാത്തുകളൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ പലരുമൊക്കെ ആ ആലമു സ്വലാത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സ്വലാത്തൊക്കെ എഴുതി വെച്ചിട്ട് അത് എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് എന്ന് അറിഞ്ഞതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ഏതാണ്, ഈ സ്വലാത്തിന്റെ മഹത്വം ഏതാണ് പറയാൻ പോകുന്നു. ഇത് സ്വലാത്തുൽ മൗജൂദ് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തിയ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തൽ വുജൂദ് വഅലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. ഇതാണ് ആ സ്വലാത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തിൽ വുജൂദ് വഅലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. അല്ലാഹുവേ നിലനിൽക്കുന്നതിൽ ഏറ്റവും ഖൈറായ അതുപോലെ തന്നെ അല്ലാഹുവേ നീ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരവുമായ ഞങ്ങളുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അല്ലാഹുവേ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഇതാണ് സ്വലാത്തിന്റെ ഏകദേശ അർത്ഥം എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തിൽ വുജൂദ് വഅലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തിൽ വുജൂദ് വഅലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. ഇതാണ് സ്വലാത്ത്. അൽഹംദുലില്ലാ. അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലി 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 ഈമാനുള്ള മരണം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ ഓരോ ദിവസവും ഒരുപാട് മരണങ്ങൾ കാണുന്നവരാണ് അല്ലേ.
ഒരു മനുഷ്യൻ രണ്ടാളൊരു രൂപത്തിലായിരിക്കും മരിക്കുക. ഒന്നുകിൽ ഹുസ്നുൽ ഖാത്തിമ അല്ലെങ്കിൽ സൂഉൽ ഖാത്തിമ, അതായത് നല്ല മരണം അല്ലെങ്കിൽ മോശപ്പെട്ട മരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ മരിക്കുന്ന സമയത്ത് ചില അടയാളങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് അള്ളാഹു നല്ല മരണമാണ് കൊടുത്തത് എന്ന്. അതിൽപ്പെട്ട ഒരു അടയാളം മഹാന്മാർ പറയുന്നു മൗത്തുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ എന്നാണ്. അതായത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ നെറ്റിയൊക്കെ ഇങ്ങനെ വിയർത്തിട്ടുണ്ട്. നെറ്റിത്തടം വിയർത്തവനായിട്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാൾക്ക് നല്ല മരണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നെറ്റിത്തടം വിയർത്തിട്ടല്ലാതെയും മരണപ്പെട്ടാലും അതും ചിലപ്പോൾ നല്ല മരണമായിരിക്കും, പക്ഷെ ചില അടയാളങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഇപ്പോൾ ഈ ഡെങ്കിപ്പനിക്ക് അല്ലെങ്കിൽ എന്താണ് എലിപ്പനിക്ക് അല്ലെങ്കിൽ കൊറോണയ്ക്ക് അല്ലെങ്കിൽ ക്യാൻസറിന്, അള്ളാഹു എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, ചില ലക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ലക്ഷണമായിരിക്കില്ല ചിലപ്പോൾ അതേ അസുഖം തന്നെ വരും മറ്റൊരാൾക്ക് വന്നാൽ അയാൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ. ആ ലക്ഷണങ്ങൾ ചിലപ്പോൾ ആളുകളിൽ മാറി മാറി വരും. എന്നതുപോലെ ചില ആളുകൾ മരിക്കുന്ന സമയത്ത് മരിച്ചാൽ അവരുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? നല്ല മരണമെന്നാണ്. രണ്ടാമത്തേത്, ഒരാൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലാണ്, നല്ല മരണമാണെന്നാണ് മഹാന്മാർ പറയുന്നു. മാമിൻ മുസ്ലിമിൻ യമൂത്ത് യൗമൽ ജുമഅ ഔ ലൈലത്തുൽ ജുമഅ ഇല്ലാ അഖാഹുല്ലാഹു ഫിത്റത്തുൽ ഖബർ. അതായത് അല്ലാഹു തആല ഒരാളെ ഫിത്ന ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ കൊടുക്കും. ആർക്ക്? അയാൾക്ക് നല്ല മരണം കിട്ടിയ ആളാണ്. അയാൾ എപ്പോൾ മരിച്ചു? വെള്ളിയാഴ്ച രാവിലോ പകലിലോ, അതായത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ടോ വ്യാഴാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ മരണപ്പെട്ടാൽ മുഅ്മിനായിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന് അയാൾക്ക് നല്ല മരണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം, ഷഹാദത്ത് പറഞ്ഞു മരിക്കുക. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നാവ് കൊണ്ടിങ്ങനെ ഉറക്കെ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഒരാൾ മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ അല്ലാഹ് 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 അങ്ങനെ പറഞ്ഞ് മരണപ്പെടുക, അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തൊക്കെ ഇങ്ങനെ ഓതിയിട്ട് മരണപ്പെടുക, അതൊക്കെ എന്താണ്? നല്ല മരണത്തിൻ്റെ അടയാളങ്ങളാണ്. നാലാമത്തേത് ഷഹീദായ മരണം. ഇസ്ലാമിൽ ഷഹീദായ മരണം പല രൂപത്തിലുണ്ട്. ഒന്ന്, ഷഹീദായ മരണം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ മരണപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ ചില ഷഹീദായ മരണങ്ങളുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു ഉമ്മ, ഒരു വാപ്പ, അയാൾ നല്ല നിസ്കാരമുള്ള ആളാണ്, അതുപോലെ നോമ്പും ഹജ്ജും അതുപോലെ ഖുർആൻ പാരായണവും സ്വതക്കയൊക്കെ ചെയ്യുന്ന ആളാണ്. അയാൾ മരിച്ചത് വെള്ളത്തിൽ മുങ്ങിയാൻ എങ്കിൽ അയാളുടെ മരണം നല്ലതാണ്, ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണമാണ്. അല്ലെങ്കിൽ തീപിടുത്തത്തിലാണ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ പ്ലേഗ് അസുഖം വന്നതാണ്, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഇടയിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോയതാണ്, അല്ലെങ്കിൽ വയറ് സംബന്ധമായ അസുഖം വന്ന് മരണപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രസവാനന്തരം ഒരു പെണ്ണ് മരണപ്പെട്ടതാണ്. ഇതൊക്കെ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പിന്നെ അഞ്ചാമത്തെ ഒരു കാരണം കൂടി, അതായത് ഇബാദത്ത് ചെയ്യുന്ന രൂപത്തിൽ മരണപ്പെടുക, നിസ്കാരത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോവുക, നോമ്പുകാരനായിട്ട് മരണപ്പെടുക, ഹജ്ജിൻ്റെ ഇടയിൽ മരണപ്പെടുക, ഉംറ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക, ഖുർആൻ ഓതിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക, ഇതൊക്കെ നല്ല മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ മരണത്തിന് മുമ്പ് അവനെ ശുദ്ധിയാക്കും. സ്വഹാബിമാർ ചോദിച്ചു, നബി എങ്ങനെയാണ് ശുദ്ധിയാക്കുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു അയാൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോന്നൽ ഇട്ടുകൊടുക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും അയാൾ മരണപ്പെട്ടു പോവുക. ഇനി മറ്റൊന്ന്, ഒരു സ്ത്രീ അവരുടെ പ്രസവ സമയത്ത് കുട്ടിക്ക് പാല് കൊടുക്കുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ മരണപ്പെട്ടു പോവുക, അതും നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഏഴാമത്തേത് മുറാത്തിബിൻ്റെ മരണം. അതായത് മുറാത്തിബ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ടെന്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യുദ്ധത്തെ കാത്തിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുക, അയാൾക്കും അയാളുടെയും മരണം നല്ലതാണ് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ചില മരണങ്ങൾ അതൊക്കെ എന്താണ്? നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമല്ലാതെയും ആളുകൾ നല്ല മരണം കിട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. ധാരാളമായ സ്വലാത്തുകൾ പറയുക, ധാരാളമായി ദുആ ചെയ്യുക, ദിക്ർ ഔറാദുകൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈർ കിട്ടുന്ന, ബറക്കത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ധാരാളമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല അല്ലാഹുവേ,
ആരൊക്കെ ദുആവസിയത്തായി ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി നമ്മുടെ ദുആയിൽ ഒരു ഇടം കൊടുത്താൽ അല്ലാഹു തആല നമ്മുടെ കാര്യം വേഗത്തിൽ എല്ലാം സലാമത്താക്കി തരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.